ഹലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ആനകളെ കുറിച്ചാണല്ലോ സംസാരം. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ചൊരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. 2012 റിലീസായ കുംകി എന്ന ചിത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിക്രം പ്രഭു, ലക്ഷ്മി മേനോൻ, തമ്പി രാമയ്യ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലെ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, ഒന്ന് കുമ്പൻ, ഒന്ന് മാണിക്കൻ, രണ്ടും ആനകളാണ്. ഒരു വില്ലേജിൽ ഒരു കൊമ്പൻ ഇറങ്ങി കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. അവിടുത്തെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കുംകി കൊണ്ടുവരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ കുംകി കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അതിനാൽ അന്നേ ദിവസം തന്നെ മറ്റൊരു കുംകി ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു ആനയെ കുംകി എന്ന പേരിൽ അവിടെ എത്തിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കുംകി വരും, ഉത്സവാനയ്ക്ക് തിരിച്ചു പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നായകനെ കണ്ടുമുട്ടിയതിന് ശേഷം നായകൻ തിരിച്ചു പോകുന്നില്ല. മാണിക്കൻ എന്ന ആനയ്ക്ക് പരിശീലനം കൊടുക്കാൻ കുംകിയുടെ പാപ്പാൻ വരികയും അതിനുശേഷം ആനയ്ക്ക് മതപ്പാടായി ആനേനെ കെട്ടിടുന്നു. അതേ ദിവസം തന്നെയാണ് കൊമ്പൻ ഇറങ്ങുന്നതും. അതും ഈ 2 ആനകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ മാണിക്കന് കുത്തേറ്റ് വീഴുന്നതും അതുപോലെ തന്നെ കൊമ്പനാനെ ചെരിയുന്നതും മാണിക്കനെ അപകടം പറ്റി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ചെറുപ്പകാലം കാണിച്ചാണ് പടം അവസാനിപ്പിക്കുന്നത്. കാണാത്തവർ കണ്ടു നോക്കുക, കണ്ടവർ അഭിപ്രായം പറയുക. യൂട്യൂബിൽ ഈ ചിത്രം അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ആനകളെ കുറിച്ചാണല്ലോ സംസാരം. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ചൊരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. 2012 റിലീസായ കുംകി എന്ന ചിത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിക്രം പ്രഭു, ലക്ഷ്മി മേനോൻ, തമ്പി രാമയ്യ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലെ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, ഒന്ന് കുമ്പൻ, ഒന്ന് മാണിക്കൻ, രണ്ടും ആനകളാണ്. ഒരു വില്ലേജിൽ ഒരു കൊമ്പൻ ഇറങ്ങി കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. അവിടുത്തെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കുംകി കൊണ്ടുവരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ കുംകി കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അതിനാൽ അന്നേ ദിവസം തന്നെ മറ്റൊരു കുംകി ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു ആനയെ കുംകി എന്ന പേരിൽ അവിടെ എത്തിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കുംകി വരും, ഉത്സവാനയ്ക്ക് തിരിച്ചു പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നായകനെ കണ്ടുമുട്ടിയതിന് ശേഷം നായകൻ തിരിച്ചു പോകുന്നില്ല. മാണിക്കൻ എന്ന ആനയ്ക്ക് പരിശീലനം കൊടുക്കാൻ കുംകിയുടെ പാപ്പാൻ വരികയും അതിനുശേഷം ആനയ്ക്ക് മതപ്പാടായി ആനേനെ കെട്ടിടുന്നു. അതേ ദിവസം തന്നെയാണ് കൊമ്പൻ ഇറങ്ങുന്നതും. അതും ഈ 2 ആനകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ മാണിക്കന് കുത്തേറ്റ് വീഴുന്നതും അതുപോലെ തന്നെ കൊമ്പനാനെ ചെരിയുന്നതും മാണിക്കനെ അപകടം പറ്റി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ചെറുപ്പകാലം കാണിച്ചാണ് പടം അവസാനിപ്പിക്കുന്നത്. കാണാത്തവർ കണ്ടു നോക്കുക, കണ്ടവർ അഭിപ്രായം പറയുക. യൂട്യൂബിൽ ഈ ചിത്രം അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.